പങ്കിടുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ ജോസ് ജി അവറുകൾ, പ്രിയ പാസ്റ്ററുടെ കുടുംബം, കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യൻ നേതൃത്വം കൊടുക്കുന്ന ഈ ന്യൂമ ഗോസ്പൽ വോയിസ് എന്ന ഈ ഓൺലൈൻ ആത്മീക ശുശ്രൂഷകളുടെ എക്സ്പീരിയൻസസ് ദ പവർ ഓഫ് പ്രയർ എന്നുള്ള ഒരു തീമോടുകൂടെ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, വന്ദനമരുളുന്നു. ലോകത്തിൻ്റെ വിവിധ ടൈം സോണുകളിലിരുന്നാണ് ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. എനിക്ക് അനുവദിക്കപ്പെട്ട സമയപരിധിക്കകത്ത് കർത്താവ് നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുവാനായിട്ട് എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ച ദൈവികാലോചന വിശ്വസ്തയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. കോവിഡ് കാലം സമ്മാനിച്ച ഒരനുഗ്രഹമാണ് ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള ആത്മീക ശുശ്രൂഷകൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഒരുമിച്ച് കൂടാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പാൻഡമിക് സാഹചര്യത്തിലൂടെ ഇങ്ങനെ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് നമുക്ക് ലഭ്യമായി. അത് അനേക ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെയുള്ള ആത്മീക ശുശ്രൂഷകൾ അനുഗ്രഹമായി കൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ മീറ്റിങ്ങിൽ ഒരു ഗസ്റ്റ് പാസ്റ്ററെ വിളിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം പാസ്റ്റർ ജോസ് ജി അവറുകൾ ഒരു അനുഗ്രഹീതനായ പ്രഭാഷകനാണ്, പ്രവാചകനാണ്, ഒരു അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ്. പലപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന ഇവിടുത്തെ ദൈവസഭയിൽ കർത്തൃദാസൻ കടന്നു വന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷിക്കുകയും അന്ന് ഒക്കെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്ത ദൂതുകളൊക്കെ കൃത്യമായിട്ട് അത് ജനങ്ങളിൽ നിറവേറുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. അത്രയും അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃഭൃത്യൻ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് കൂട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിന്റെ പരിധിയിൽ ആമേൻ ഒരു ദൈവിക ആലോചന നിങ്ങളുമായി കൈമാറ്റം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഓൺലൈനിലൂടെയാകുമ്പോൾ നമുക്കതിന് പരിധിയും പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും പരിധിയും പരിമിതിയും ഒന്നും നോക്കാതെ തന്റെ ജനത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം, നിങ്ങൾ ഏത് സ്ഥാനത്തായിരുന്നാലും, പാസ്റ്റർ 1-2 പ്രാവശ്യം പറഞ്ഞു വീഡിയോ ഓൺ ചെയ്യാൻ, എന്നാൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഒരു പക്ഷേ വിവിധ സാഹചര്യങ്ങളിലോ ജോലിയിലോ യാത്രയിലോ ഒക്കെ ഉള്ളവരായിരിക്കും. ഞാനും ഇതുപോലെയുള്ള ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തുന്ന ഒരു സംഘാടകനാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പിന്നിലെ പ്ലസും മൈനസും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഒരു രീതിയിലും ഞാൻ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ പ്രസംഗം വെട്ടിച്ചുരുക്കുകയോ ഒന്നും ചെയ്യുകയില്ല. കാരണം ഈ രാത്രിയിൽ കർത്താവിന് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് തെരഞ്ഞു പിടിച്ചോളൂ. അതെൻ്റെ പദ്ധതിയല്ല, അത് കർത്താവ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു ഇൻസ്ട്രുമെന്റായി മാത്രം ദൈവസന്നിധിയിൽ നിൽക്കുന്നു, ഒരു ചാനലായി മാത്രം നിൽക്കുന്നു. കർത്താവാണ് ഇടപെടാൻ പോകുന്നത്. ഒരു സക്കായിയുടെ വീടിനെ രക്ഷിക്കണമെന്ന് കർത്താവിന് ആമേൻ പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. സക്കായിക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് താന് ആ യേശുവിനെ കാണണം എന്ന് വെച്ച് പരസ്യമായിട്ട് തനിക്ക് യേശുവിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ, ജനത്തിന് മുമ്പിൽ വെളിപ്പെടുവാൻ താല്പര്യക്കുറവായതുകൊണ്ട് തന്നെ ഇലകളുടെ മറവില് മറഞ്ഞിരുന്നു. പക്ഷെ അന്ന് രാത്രി ആ കുടുംബത്തിന് രക്ഷ ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം കണ്ടതായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് വീഡിയോ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ഈ രാത്രി വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാത്രിയിലാണ് സംഭവിക്കേണ്ടത് എന്ന് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സക്കായുടെ കുടുംബത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ആണ്. പക്ഷെ കുറെ നാളായിട്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു. പക്ഷെ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ധാരാളം പണമുണ്ട് കേട്ടോ. ആ സക്കായുടെ കുടുംബത്തിൽ ധാരാളം പണമുണ്ട്. പക്ഷെ വീട്ടിനകത്തൊരു സമാധാനവുമില്ല. പക്ഷേ ആ രാത്രിയിൽ ആ വിടുതൽ, ആ ഭവനത്തിൽ അത് വിടുതലായി തീർന്നതുപോലെ ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇലകളുടെ മറവിൽ മറഞ്ഞിരുന്നാലും വെള്ളത്തിന്റെ അടിയിൽ ഗലീല കടലിൽ കിടന്ന മീനിന്റെ വായിലെ ചതുരദ്രഹ്മ പണം
പത്രോസിന് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് നേരത്തെ കർത്താവ് കണ്ടിരുന്നു. അതൊരു സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആയിരുന്നു. അത് ആവശ്യക്കാരന്റെ കണ്ണിൽ അത് ഒരിക്കലും കാണാത്ത ഇടത്ത് മറഞ്ഞു കിടന്നായിരുന്നു. പക്ഷേ നമ്മുടെ ആവശ്യം അറിഞ്ഞ കർത്താവ് മറഞ്ഞിരുന്ന ആ ഹിഡൻ നന്മകളെ തക്ക സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഈ രാത്രി ഭവനത്തിന്റെ അകത്തുള്ള രക്ഷയും അതുപോലെ സാമ്പത്തിക മേഖലയിലുള്ള വിടുതലുകളും ഒക്കെ തരാൻ കർത്താവ് വിശ്വസ്തനാണ്. എന്നെ കർത്താവ് ഫലമേൽപ്പിച്ച ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്യാം. മുഖവുരകൾ ഞാൻ ഇവിടെ വെട്ടിച്ചുരുക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. ദൈവവചനം പരസ്യമായിട്ട് വായിക്കാൻ താല്പര്യമുള്ള സൗകര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തോരിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ട് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫത്ത എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുതെന്ന് അവനോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. മതിയോ മാസ്റ്റർ? 37-ാമത്തെ വാക്യം കൂടെ. യേശു സകലതും നന്നായി ചെയ്തു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവ വചനത്തിന്റെ ശക്തി ഈ രാത്രി നമ്മുടെ ഇടയിൽ ക്രിയ ചെയ്യുകയാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ പാർക്കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിവിധ രാജ്യങ്ങളായിരിക്കും പാർക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. ഇന്ത്യൻ മഹാരാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ഒരു ഭരണഘടന ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന ആ ഭരണസാരഥി 60 വർഷങ്ങൾക്ക് മുൻപ് എഴുതി തീർത്ത ഒരു ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അതിന് 40 വർഷത്തെ പഴക്കമുണ്ട്. ആ നിയമത്തിന്റെ അനുസരിച്ചാണ് ഈ യാഗം ഈ രാജ്യം, പ്രത്യേകിച്ച് സുപ്രീം കോടതി മുതൽ അതിന്റെ ഭരണ സംവിധാനങ്ങൾ തരപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഈ എഴുതി വെച്ച ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ 60 വർഷം പഴക്കമുള്ള ഈ ഭരണഘടന 90 പ്രാവശ്യം അത് തിരുത്തി എഴുതിയതായിട്ട് ചരിത്രത്തിൽ രേഖയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതുവാനായിട്ട് അരങ്ങിൽ അത് പല കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ മുൻപ് എഴുതിയ ഈ ദൈവത്തിന്റെ വചനം വർഷങ്ങൾ കൊണ്ട് ഇതിന് പഴക്കമുണ്ടെങ്കിലും ഇന്നും അത് പുതുമയോടുകൂടെ നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു വള്ളിയോ പുള്ളിയോ ഇതുവരെ നീക്കുവാൻ ഒരു മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുകയുമില്ല. 2019 ജൂൺ മാസം 18-ാം തീയതി നമ്മുടെ അയൽ രാജ്യമായ ചൈനയില് അവിടുത്തെ സെനറ്റ് കൂടി ഒരു തീരുമാനമെടുത്തു. അതെന്തായിരുന്നു? അതിങ്ങനെയായിരുന്നു: ദൈവത്തിന്റെ വചനത്തെ അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്ന ഈ പഴഞ്ചൻ പുസ്തകം നമ്മുടെ സാങ്കേതിക വിദ്യകളിലും മറ്റും നമ്മൾ ഇപ്പോൾ ലോകത്തിന് മുൻപിൽ തന്നെ നിറുകയിൽ നിൽക്കുന്ന നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന പഴഞ്ചൻ പുസ്തകം ഇന്നത്തെ തലമുറകൾക്ക് അഭികാമ്യമല്ല. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അനുസരിച്ച് ഇന്നത്തെ സാങ്കേതിക വിദ്യകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദൈവത്തിന്റെ വചനം തിരുത്തി എഴുതാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു. സെനറ്റ് കൂടി തീരുമാനിച്ചു. സകല കാര്യങ്ങളും അവര് കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നപ്പോൾ 2019 ഡിസംബർ മാസം 5-ാം തീയതി വുഹാൻ എന്ന് പറയുന്ന ചൈനയിലെ ഒരു സിറ്റി, വുഹാൻ സിറ്റിയുടെ ഒരു പ്രോട്ടീൻ മാർക്കറ്റിൽ നിന്ന് ഒരു ന്യൂക്ലിക് ആസിഡ്, ഒരു വൈറസ്, അത് ഇൻവിസിബിൾ എനിമി എന്നാണ് അതിനെ വിളിച്ചത്, ഓമന പേരില്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ടോ അപ്പോൾ തന്നെ വൈറസുകളെ തിരിച്ചറിയുവാൻ മെഡിക്കൽ സയൻസിൽ ലാബിലുള്ള മൈക്രോസ്കോപ്പ് ലെൻസ് കൊണ്ടോ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ന്യൂക്ലിക് ആസിഡ് ആ രാജ്യത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തിന്റെ 195 രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ട് ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു: ലോകത്തിന് മുമ്പിൽ ചൈനയെ ഒറ്റപ്പെടുത്തുക. അവരുടെ നയതന്ത്ര ബന്ധങ്ങളും അവർക്ക് ലഭിക്കുന്ന സകലവിധമായ ആനുകൂല്യങ്ങളും ലോകം വെട്ടിച്ചുരുക്കി.
മുഴുവൻ അവര് നിയന്ത്രിച്ചു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. ദൈവവചനത്തെ വെട്ടിച്ചുരുക്കുവാൻ ആരെങ്കിലും പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല വഴികളും അടച്ചുകൊണ്ട് ദൈവവചനത്തിന് എതിരെ നിന്നവന് ദൈവത്തിന്റെ ന്യായവിധി വരത്തക്കവണ്ണമുള്ള നിലകളിൽ ദൈവം ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ അയൽ രാജ്യമായ ചൈനയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി അയച്ചെങ്കിൽ ഞാൻ പറയട്ടെ, ചൈന തിരുത്തിയതല്ലാതെ ദൈവവചനം തിരുത്തപ്പെടുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ആത്മീകർ പോലും ഇന്ന് ദൈവവചനത്തിന്റെ ആധികാരികതകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ദൈവമക്കൾക്ക് അത് മനസ്സിലാകുമായിരിക്കും വാക്ക്. ഈ മാനിപ്പുലേഷൻ എന്ന വാക്ക്, അതായത് തെറ്റായ കപടകരമായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നതിനെയാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇന്ന് സ്പിരിച്വൽ മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവവചനത്തിന്റെ അതിര് വിട്ടുമാറിയുള്ള ആത്മീക ശുശ്രൂഷകൾ ചെയ്ത് അതിന്റെ പേരിൽ പണം തട്ടുന്ന തട്ടിപ്പ് സംഘങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്പിരിച്വൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് സത്യം തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ തയ്യാറാകുക. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെ കർത്താവിന്റെ വചനത്താൽ ഒരുക്കി നിത്യതയുടെ വക്താക്കളാക്കി തീർക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് നമ്മൾ പാർക്കുമ്പോൾ 80-100 വർഷം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ വെൽബീയിങ് വേണം, ആത്മീകമായിട്ടുള്ള ഉന്നമതി വേണം, നമുക്ക് മെന്റൽ വെൽബീയിങ് വേണം, മാനസികമായിട്ടുള്ള ഉന്നമതി നമുക്ക് വേണം, അതുപോലെ തന്നെ ഫിസിക്കൽ വെൽബീയിങ്, ശാരീരികമായിട്ടുള്ള ആരോഗ്യവും നന്മയും നമുക്ക് വേണം, ഫിസിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഫിനാൻഷ്യൽ വെൽബീയിങ്, സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. ഇതെല്ലാം ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് കൊണ്ട് തീരുന്ന ഒന്നാണ്. എന്നാൽ ഇവിടുത്തെ ആയുസ് തീർന്നാലും നിത്യതയിൽ തുടരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ആത്മീക ജീവിതത്തിന് വേണ്ടി ദൈവമക്കൾ കൊടുക്കുന്ന വിലയും അവർ നിലനിൽക്കുന്ന നിലയുമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു പ്രവചന ദൂത് ഈ ഭൗതികമായിട്ട് മണ്ണിൽ ലഭിക്കേണ്ട ഏതെങ്കിലും ഒരു ഭൗതിക നന്മയെ കുറിച്ചുള്ള ഒരു ദൂത് കേട്ട് ഞാൻ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കുറവുകളും എന്റെ കുറ്റങ്ങളും എന്റെ കുടുംബത്തിന്റെ അകത്തുള്ള ബന്ധനങ്ങളും അതിന്റെ കാരണങ്ങളും എന്താണെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ തെളിയിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒറ്റ മീറ്റിംഗ് കൊണ്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ തിങ്കളാഴ്ച ഈ മീറ്റിംഗുകളിൽ പങ്കെടുത്ത് കൊണ്ടുവരികയായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ അനേക വിടുതലുകൾ, അനേക ദൈവദാസന്മാരുടെ ദൂതുകളൊക്കെ നിങ്ങൾ കേട്ട് കാണാം. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ കാണുകയില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരുക്കപ്പെടാൻ തയ്യാറാണ്. കർത്താവ് എന്റെ കുറവ് വെളിപ്പെടുത്തണമേ എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ഈ രാത്രി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നമുക്കറിയാം 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ തിരുവെഴുത്ത്, 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമം. അതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിത, മരണ, അടക്ക, പുനരുത്ഥാനം ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്ന 4 എഴുത്തുകാർ. അതിൽ വേദപുസ്തകത്തിന്റെ ഓർഡർ വെച്ച് നോക്കിയാൽ പുതിയ നിയമത്തിൽ മർക്കോസ് 2ാമതായിട്ടാണ് കാണുന്നത്. എന്നാൽ വേദപുസ്തകം പഠിക്കുന്ന ഏതൊരാളിനും അറിയാം പുതിയ നിയമത്തിൽ ആദ്യമായി എഴുതി തീർത്തത് മർക്കോസിന്റെ സുവിശേഷമാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ ശുശ്രൂഷ കൊണ്ട് വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മർക്കോസും മർക്കോസിന്റെ കുടുംബവും. മർക്കോസിന്റെ സുവിശേഷമാണ് സുവിശേഷങ്ങളിൽ വെച്ച് ആദ്യമായി എഴുതിയത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നമുക്കറിയാം മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രസ്താവന അവിടെ ഉണ്ട്. അതിങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാണ് ഈ സുവിശേഷം തുടങ്ങുന്നത്. ഞാൻ മുഖവിരയ്ക്ക് സമയമെടുക്കുന്നില്ല. 7-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. 7-ാം അധ്യായം 31-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: യേശു വീണ്ടും സോരിന്റെ അതിര് വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിലൂടെ ഗലീലാപുറത്ത് വന്നു. ഇനി അതിന് 24-ാം വാക്യം മുതൽ വായിച്ചാൽ, മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ വായിച്ചാൽ, ഇപ്പോൾ നമ്മൾ വായിച്ച 31-ാം വാക്യത്തിന്റെ സിമിലർ ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ആവർത്തിക്കപ്പെടുന്ന കാണുന്നു. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് അവിടെ ഒരു വീട്ടിൽ കടന്നു. അപ്പോൾ ഇവിടെ ആവർത്തിച്ചു പറയുന്ന 2 സ്ഥലമാണ്. ഒന്ന് സോര്, മറ്റൊന്ന് സീദോന്. ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നോഹയുടെ മകനായിരുന്ന ഹാമിന്റെ കൊച്ചുമകനാണ് ഈ സീദോൻ എന്ന് പറയുന്ന വ്യക്തി. പിന്നത്തേതിൽ ഇവർ താമസിച്ച സ്ഥലത്തെ സീദോന്യർ എന്ന് വിളിപ്പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ സീദോൻ എന്ന് പറഞ്ഞാൽ നോഹയുടെ
കൊച്ചുമകനാണ്. ചരിത്രത്തിലേക്ക് പോകുവാൻ സമയമില്ല, സമയത്തിന് പരിമിതിയുണ്ടല്ലോ. എന്താണ് ഈ സ്ഥലത്തിന് പ്രത്യേകത? ഇവിടെ സീദോനില് ഈ 24 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പ്രശ്നങ്ങൾക്കാണ് ഇവിടെ യേശു പരിഹാരം കൊടുക്കുന്നത്. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വീട്ടിന്റെ അകത്ത് ഒരു വലിയ പ്രശ്നം കിടക്കുകയാണ്. എന്താ പ്രശ്നം? 25 മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മർക്കോസ് 7ന്റെ 25 മുതൽ താഴോട്ട് വായിച്ചാൽ ഒരു മാതാവിന് ഒരു മകനുണ്ട്. അവിടെ പിതാവിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ വചനം ആഴമായി പഠിച്ചപ്പോൾ ഈ സ്ത്രീ വിധവയാണ്. ഈ പെൺകുട്ടി സെമി ഓർഫനാണ്. അതായത് തന്റെ പിതാവ് തനിക്ക് നഷ്ടപ്പെട്ടു. ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വിധവയായിരിക്കുന്ന, പിതാവ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അനാഥയായിരിക്കുന്ന ഈ ഭവനത്തിന്റെ അവസ്ഥ വല്ലാത്ത, ആമേൻ സ്തോത്രം, വളരെയധികം ശോചനീയ അവസ്ഥയാണ്. എന്നാൽ ഈ വീട്ടിലേക്ക് യേശു പോയില്ല കേട്ടോ. ആ വീട്ടിലേക്ക് യേശു പോയില്ല. പിന്നെ യേശു പോയത് സീദോനിലും സോരിലും, ആമേൻ, അതിന്റെ അതിർനാട്ടിൽ ചെന്ന ഒരു വീട്ടിൽ കടന്നു എന്നാണ്. അപ്പൊ ആ വീട് ഈ വീടല്ല. അതായത് ഈ ഭൂതോപദ്രവം പിടിച്ച മകളുടെ വീട്ടിലല്ല കേട്ടോ യേശു കടന്നു ചെന്നത്. യേശു കടന്നു ചെന്നത് വേറൊരു വീട്ടിലാണ്. ഏതാണ് ഈ വീട്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം താഴോട്ട് പഠിച്ചു കഴിഞ്ഞാല് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ, വളരെ പ്രസിദ്ധമായ ആ പ്രഭാഷണ പരമ്പരയില് ഈ സീദോനിൽ നിന്ന് കുറെ പേർ വചനം കേൾക്കുവാൻ വേണ്ടി ഗലീലയിൽ വന്നിരുന്നു. ആ കൂട്ടത്തിൽ കടന്നു വന്ന് യേശു കർത്താവിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് തിരിച്ച് സീദോനിലേക്ക് പോയ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിനെ തേടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ സീദോനിലേക്ക് വന്നിരിക്കുന്നത്. ഈ രാത്രി ഒരു ദൂത് ഞാൻ പറയാം. കർത്താവിന്റെ അടുക്കൽ നീ വന്നാൽ നിന്റെ ആവശ്യങ്ങൾ, ആമേൻ, കർത്താവ് നിന്റെ അടുക്കൽ വന്ന് നിറവേറ്റി തരും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വചനം കേൾക്കുവാൻ വേണ്ടി സീദോനിൽ നിന്നും സോരിൽ നിന്നും വന്ന ഒരു കുടുംബം, ആ കുടുംബം കർത്താവിന്റെ വചനം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഭവനത്തെ തേടി കർത്താവ് ആ ഭവനത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവസന്നിധിയിൽ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ നാമത്തിൽ നിലകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ദൈവത്തിന്റെ വചനം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ ഭവനത്തിൽ യേശു വന്നു എന്നുള്ളത് തൊട്ടടുത്തുള്ള അയൽവാസികൾ അറിഞ്ഞു. ആ കുടുംബം വലിയ പ്രതിസന്ധിയിൽ കിടക്കുകയാണ്. ഈ സോരിന്റെയും സീദോന്റെയും ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, അവിടുത്തെ ഒരു പ്രശ്നം, അവിടെ ഉള്ളവരെല്ലാം പ്രശ്നത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ, ചെറുപ്പക്കാരായിട്ടുള്ള യുവതികള് വിവാഹിതരാകുന്നുണ്ട്. പക്ഷേ ഭർത്താക്കന്മാരോട് ഒരുമിച്ച് താമസിക്കുവാൻ കഴിയാതെ പെട്ടെന്ന് അവര് യൗവനകാലത്ത് തന്നെ വിധവകളായി തീരുന്ന ഒരു വലിയ ശാപം അവിടെ നിലനിൽക്കുകയാണ്. വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായത് ഈ സീദോനിലും സോരിലും ഇങ്ങനെയുള്ള ഒരു ശാപം നിലനിൽക്കാൻ കാരണം, ചില വർഷങ്ങൾ പുറകോട്ട് ചെന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഈ സീദോന്യ ദേശക്കാരിയായിരുന്നു ഇസ്രായേലിലെ രാജാവായ ആഹാബിന്റെ ഭാര്യ ഇസബേല്. സീദോന്യ ദേശക്കാരിയായിരുന്നു. ആമേൻ. ഒരു ദിവസം തന്റെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വളരെ നല്ല നിലയിൽ അത് ഫലപുഷ്ടമായി നിൽക്കുന്നത് കണ്ടപ്പോൾ, അസൂയ കൊണ്ടാണോ അത്യാഗ്രഹം കൊണ്ടാണോ എനിക്കറിയില്ല, അന്ന് മുതൽ ഒരു ആഗ്രഹം, ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കണം. അതിനുവേണ്ടി പഠിച്ച പണി 18 അവർ നോക്കിയിട്ടും ആമേൻ, ഇസ്രായേലിനായ നാബോത്ത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശമാണ്, ഇത് ഞങ്ങൾ വിട്ടുതരികയില്ല എന്ന് പറഞ്ഞ് പിതാക്കന്മാരുടെ അവകാശത്തെ മുറുകെ പിടിച്ച നാബോത്തിനെ ഏത് വിധേനയും കൊന്നൊടുക്കി ആ നന്മകൾ കൈവശമാക്കുവാൻ വേണ്ടി ഇസബേല് പദ്ധതി ഒരുക്കി. ഭർത്താവിന്റെ ലെറ്റർ ഹെഡ് താന് വലിച്ചു കീറിയെടുത്ത് ഭർത്താവിന്റെ ആ കയ്യക്ഷരം താന് അഭിനയിച്ച് എഴുതി ഭർത്താവിന്റെ കയ്യൊപ്പ് കള്ളയൊപ്പിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്ത് ഉപവാസമൊക്കെ പ്രഖ്യാപിച്ച് നാബോത്തിനെ കൊണ്ടുവന്നതിന് മുൻപിലിരുത്തി. ചുരുക്കി പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നേട്ടം കൊയ്യാൻ വേണ്ടി കുറുക്കുവഴി എടുത്ത് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അപഹരിച്ച ഒരു ദുഷ്ടവ്യാപാരം ഈ സീദോനിൽ കിടപ്പുണ്ട്. അത് ആമേൻ സ്തോത്രം എന്തായി മാറി? പിൽക്കാലത്ത് ആ ദേശത്ത് സകല കുടുംബത്തിന്റെ അകത്തും ആമേൻ പുരുഷന്മാർ പ്രായം തികയുന്നതിന് മുൻപ് ആമേൻ അകാല നിര്യാണം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് ഒരു ശാപമായി ആ ദേശത്ത് നിലകൊള്ളുകയാണ്. ഈ താഴോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാല് ആമേൻ സ്തോത്രം, ഈ കനാന്യ സ്ത്രീ തൻ ഭർത്താവ് നഷ്ടപ്പെട്ടവളാണ്. നോക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ ചിലരൊക്കെ ചെയ്ത വേണ്ടാധീനത്തിന്റെ തിക്തഫലങ്ങൾ പിൻതലമുറകൾ അനുഭവിക്കുക.
അനുഭവിക്കുകയാണ്. ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവിൽ ദൈവസന്നിധിയിൽ വചനത്തെ സ്തോത്രം മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ ആരൊക്കെയോ ചെയ്തു കൂട്ടിയ വേണ്ടാധീനങ്ങൾ നിമിത്തം ഇന്നത്തെ തലമുറകൾ അനുഭവിക്കുന്ന ശാപതുല്യമായ അനുഭവങ്ങളെ വിടുവിച്ച് പുറത്താക്കുവാൻ ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെന്ന് ഈ വചനത്തോട് ദൂത് പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ മനസ്സുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതാ ഈ സഹോദരി വന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് 23 മുതൽ 22 മുതൽ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, കർത്താവ് സോരിന്റെയും സീദോന്റെയും ആ പട്ടണത്തിലേക്ക് പോയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അവൾ യേശുവിന്റെ കാൽക്കൽ വീണ് നിലവിളിച്ചു എന്ന് വായിക്കുകയാണ്. ഇന്നത്തെ പാസ്റ്ററുടെ ഈ മീറ്റിംഗിന്റെ ആ ഒരു തീം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് പവർ ഓഫ് പ്രയർ എന്നാണ്. പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ തീമിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിശ്ചയമായിട്ടും നാളുകളായിട്ടുള്ള ചില ശാപങ്ങൾ, മറഞ്ഞു കിടക്കുന്ന ശാപങ്ങൾ ഇന്നത്തെ പുതുതലമുറകൾക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ സ്തോത്രം 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 ആഴങ്ങളിൽ മുങ്ങിത്താഴുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി ആ ശാപത്തിന്റെ നീർക്കയത്തിൽ നിന്ന് കർത്താവ് വചനത്താൽ നിങ്ങളെ പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് പ്രസാദിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ സംഭവം വ്യാഖ്യാനിക്കുന്നുണ്ട്. സുറൈഫോനീക്ക എന്ന് പറയുന്ന ദേശക്കാരി, ഈ കനാന്യ സ്ത്രീ, അവൾ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എന്റെ മകളുടെ ഭൂത ഉപദ്രവം എന്തായിരിക്കുന്നു? കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മകള് ഉണ്ട് കേട്ടോ, ഒരു മകളുണ്ട്. പക്ഷെ ഈ മകളെ കൊണ്ട് അമ്മയ്ക്ക് ഒരു ദിവസം പോലും സ്വസ്ഥതയോടുകൂടി താമസിക്കാൻ പറ്റുന്നില്ല. ഭവനത്തിന്റെ അകത്ത് സ്വസ്ഥതയോടുകൂടി ഈ അമ്മയ്ക്ക് താമസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മകളുടെ മേൽ വന്നിരിക്കുന്ന ഭൂതം, ഈ മകള് നല്ല മകളാണ്, പക്ഷെ അവിടെ മേൽ വ്യാപരിക്കുന്ന ഈ ഭൂതത്തിന്റെ പ്രേരിത ശക്തി അവരുടെ സ്വഭാവം, ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തുകയാണ്. അവരുടെ സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റം വരുത്തുകയാണ്. അമ്മയെ കണ്ടാൽ ഇഷ്ടമല്ല, ഈ പെൺകുട്ടിക്ക് അമ്മയെ കണ്ടാൽ ഇഷ്ടമല്ല, അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമല്ല, അമ്മ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. നല്ല വസ്ത്രം ധരിക്കണം മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. മോളെ നിന്റെ ഹെയർ സ്റ്റൈലും നിന്റെ പോക്കും വരവും ഒക്കെ നീ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. അമ്മയെ കാണുന്നത് പിശാച് കുരിശ് കാണുന്നത് പോലെയാണ്. ഇതുപോലെയുള്ള അനുഭവം ആരെങ്കിലും ഇന്ന് രാത്രികാലം അനുഭവിക്കുന്നെങ്കിൽ ഓർത്തു, ആ മകളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് അന്ധകാര ശക്തിയാ. 9 മാസം ഉദരത്തിന്റെ അകത്ത്, അമ്മേ ഒന്ന് കണക്ക് കൂട്ടണേ, 9 മാസം ഉദരത്തിന്റെ അകത്ത് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിന് 3 കിലോ ഭാരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2,800 ഉണ്ടായിരുന്നു. വളർത്തി 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 22, 23 വയസ്സായപ്പോഴേക്കും 55, 60, 65, 70 കിലോ ഈ കുഞ്ഞിന് ഭാരമായി. ഈ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി അമ്മ രാത്രി ഉറങ്ങാതിരുന്നു. അമ്മയുടെ രക്തത്തിന്റെ കളർ, അമ്മയുടെ അല്ല എല്ലാവരുടെയും രക്തത്തിന്റെ കളർ ചുവപ്പാ, എന്നാൽ രക്തത്തിന്റെ കളർ ചുവപ്പാ കേട്ടോ. എന്നാൽ ഈ അമ്മ ഈ രക്തത്തെ കളറ് മാറ്റി ചുവന്ന രക്തത്തെ വെളുത്ത പാലാക്കി ഈ കുഞ്ഞിന് കൊടുത്ത് വളർത്തിയതാ. പക്ഷെ ഇന്ന് ഈ കുഞ്ഞു വളർന്നു, നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ജോലിയായി, എന്തിനേറെ പറയുന്നു വിവാഹിതയായി അല്ലെങ്കിൽ വിവാഹിതനായി. ഇന്നിപ്പം മാതാപിതാക്കളോട് താല്പര്യമില്ലാത്ത നിലയിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് മാനുഷിക ശക്തിയല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ആരെങ്കിലും ഈ ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോടായി പേര് വിളിക്കാതെ, ഡിവൈസിൽ നോക്കി പേര് വിളിക്കാതെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഏറ്റെടുക്കുക. കർത്താവേ, ഇന്ന് രാത്രി മുഴങ്ങി കേൾക്കുന്ന ദൂത് എന്നോടുള്ള ദൂതാണ്, അതെന്റെ കുടുംബത്തോടുള്ള ദൂതാണ്. കുറെ നാളായി ഞാൻ എന്റെ തലമുറയുമായിട്ട് മാനസികമായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്ററോട് എങ്ങനെ തുറന്നു പറയും? ദൈവദാസൻ കൃപയുള്ള ദൈവദാസന, പക്ഷെ എങ്ങനെ തുറന്നു പറയും? ആമേൻ, സഭയിൽ എങ്ങനെ സാക്ഷ്യം പറയും എന്ന് ആമേൻ സ്വത്രം ചിന്തിച്ച് മാനസികമായി മനമടുത്ത് മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ പറയുകയാണ്, സുറൈഫോനീക്കക്കാരത്തി സ്ത്രീയുടെ വീട്ടിൽ ആമേൻ ആകമാനം കലഹമുണ്ടാക്കി സമാധാനം നഷ്ടപ്പെടുത്തി അമ്മയെ അധികമായി കരയിപ്പിച്ച ആ അനുഭവത്തെ
നമ്മൾ വചനം വായിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിന്റെ അടുക്കൽ അമ്മ കരഞ്ഞുകൊണ്ട് വരികയാണ്, കർത്താവേ ഇവൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലെന്നാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 23-24 വാക്യത്തിൽ വായിക്കുന്നത്. കർത്താവോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്നാണ്. അവൾ നിലവിളിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നിലവിളിച്ചു കേട്ടോ, അവൾ പ്രാർത്ഥിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പ്രാർത്ഥിച്ചു. പക്ഷേ അവൾക്ക് ഇതുവരെ മറുപടി ആയിട്ടില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോടായി പറയട്ടെ, 2025 ഒരുപക്ഷെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം 12 മാസം നിങ്ങൾ പ്രാർത്ഥിച്ചു കാണും. ഒരു വിഷയത്തിന് വേണ്ടി മാത്രം 365 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചു കാണും. പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ആ വിടുതലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിടുതൽ സംഭവിക്കാതെ പോയിട്ടില്ല. അതൊരു സൈലൻസ് ആയിരുന്നു, അത് ദൈവത്തിന്റെ ഒരു മൗനത്തിന്റെ ഒരു സീസൺ ആയിരുന്നു. എന്നാൽ ഈ 2026 ആരംഭ മാസം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകൾ ദീർഘമാസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ആയില്ലെങ്കിൽ ആ മറുപടി കിട്ടാതെ പോകാത്ത വിടുതൽ, അത് കിട്ടുന്ന വിടുതൽ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല എന്ന് വെച്ചുകൊണ്ട് എന്റെ വിഷയത്തിന് മറുപടി ഇനി കിട്ടത്തില്ലേ എന്ന് വെച്ച് നീ ഭാരപ്പെടരുത്. ഈ ദൂത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കുറെ കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക് അവളുടെ വിഷയത്തിന് കർത്താവ് മൗനം അവലംബിച്ചു, സൈലൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിലും അതും ഒരു വിടുതലാണെന്ന് ഇന്ന് രാത്രി കാലം ഓർത്തോ. സ്വത്രം ലേറ്റായി ലഭിക്കുന്ന വിടുതലുകൾ ലേറ്റസ്റ്റ് ആയി കിട്ടുമെന്ന് ഞാനൊരു ഭംഗി വാക്കിൽ ഇന്ന് രാത്രി പറയട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്, ഇതിനകത്ത് തലമുറകളെ ഓർത്ത്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോടായി ദൈവാത്മാവ് ഇടപെടുകയാണ്. അവരുടെ മേൽ, അവരുടെ പിറകിൽ വ്യാപരിക്കുന്ന സ്വത്രം 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 ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു 3 വാക്കോടെ എഴുതിയിട്ടുണ്ട്. 1 സ്റ്റീൽ, 2 കിൽ, 3 ഡിസ്ട്രോയ് എന്ന് 3 വാക്കാണ്. 1 മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക എന്നുള്ളതാണ്. അവസാനത്തെ വാക്ക് മുടിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ വാക്ക് തമിഴ് വാക്കാണ്. തമിഴിൽ മുടിഞ്ഞു എന്ന് പറഞ്ഞാൽ തീർന്നു എന്നാണ്. തമിഴിൽ മുടിവ് വന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്നാണ്, പിന്നില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശത്രു വരുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായെന്ന് വായിക്കുന്നത്. അപ്പൊ ഭൂതത്തിന്റെ ഉപദ്രവം എന്തിനാന്ന് ചോദിച്ചാൽ ആ മകളെ എന്നേക്കുമായി നശിപ്പിക്കാനാ. ഈ പിശാച് വരുമ്പോൾ ചെയ്യുന്ന കാര്യം 3 കാര്യമാണ്. 1, ആദ്യം സ്റ്റീൽ, മോഷ്ടിക്കുകയാണ്. ആരോഗ്യത്തെ മോഷ്ടിക്കുക, സൗന്ദര്യത്തെ മോഷ്ടിക്കുക, നല്ല സ്വഭാവത്തെ മോഷ്ടിക്കുക, വിദ്യാഭ്യാസത്തെ മോഷ്ടിക്കുക, റിസൾട്ടിനെ മോഷ്ടിക്കുക. അവൻ മോഷ്ടിക്കുന്ന കള്ളനാണ്. ഇന്ന് രാത്രികാലം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ്. ഏതെങ്കിലും കുടുംബത്തിന്റെ അകത്ത് തലമുറകളുടെ നന്മകളെ മോഷ്ടിക്കുവാൻ, കുടുംബത്തിന്റെ അകത്തെ സമാധാനത്തെ മോഷ്ടിക്കുവാൻ ശത്രുവായവൻ അവന്റെ അക്ഷീണ പരിശ്രമങ്ങൾ ചെയ്യുന്നെങ്കിൽ ഈ രാത്രി കർത്താവ് വെളിപ്പെട്ടിരിക്കുകയാണ്. സീദോനിൽ ആരും കടന്നു ചെല്ലാത്ത, സോരിൽ ആരും കടന്നു ചെല്ലാത്ത, നാളുകളായി ശപിക്കപ്പെട്ട് കരകയറാൻ കഴിയാത്ത കുറെ ഭവനങ്ങൾ അവിടുത്തെ ഒരു വീട്ടിൽ യേശു വന്നപ്പോൾ, ഒരു വീടിന് മാത്രമല്ല തൊട്ടടുത്തുള്ള പല വീടുകൾക്കും അത് വിടുതലായെങ്കിൽ ഇതുവരെ ആരും കയറാതെ വണ്ണം നീ ഒരു നിന്ദാ വിഷയമായി നിന്നെ തള്ളി മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ ആരും വരണ്ട. പക്ഷെ ഇന്ന് രാത്രി വരേണ്ടവൻ വന്ന് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 1, ശത്രു മോഷ്ടിക്കുന്നവനാണ്. 2, അവിടെ കിൽ എന്ന വാക്കാണ്, കൊല്ലുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഗദരദേശത്തെ ആ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവൻ തന്നെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുമായി പിണക്കിയിട്ട്, അപ്പനും അമ്മയുമായിട്ട് പിണക്കമുണ്ടായിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വരാതെ രാത്രിയായിട്ടും ഇരുട്ടിന്റെ മറവിൽ അവൻ ഇരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ച ഒരു ഗെയിമുണ്ട്, ഒരു വീഡിയോ ഗെയിം. അതിന് ബ്ലൂ വെയിൽ ഗെയിം എന്നാണ്. ഒരുപക്ഷെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം ബ്ലൂ വെയിൽ ഗെയിം. ഇന്ത്യ അതിനെ ബാൻ ചെയ്തു. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സൈത്താനിക് ഗെയിമാണ്. അത് കാശ് കൊടുത്താണ് കളിക്കുന്നത്. അത് 1ാമത്തെ ടാസ്ക് ഇട്ട് കഴിയുമ്പോൾ അവരോട് പറയും, നീ അപ്പനോടും അമ്മയോടും പിണങ്ങാൻ പറയും, മിണ്ടല്ലെന്ന് പറയും. അപ്പനോടും അമ്മയോടും മിണ്ടരുത്. 2ാമത്തെ ടാസ്ക് ഇട്ട് കൊടുത്തിട്ട് പറയും, നീ വീടിന് വെളിയിൽ ഇറങ്ങാൻ പറയും. 3ാമത്തെ ടാസ്ക് ഇട്ട് കൊടുത്തിട്ട് പറയും, നീ പുറത്ത് കലിങ്കിൽ വന്നിരിക്കാൻ പറയും. 4ാമത്തെ ടാസ്ക് കൊടുത്തിട്ട് പറയും, നീ കവലയിൽ വരാൻ പറയും. 5ാമത്തെ ടാസ്കിൽ പറയും, നീ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറയും. 6ാമത്തെ ടാസ്കിൽ പറയും, നീ ട്രെയിനിന്റെ എഞ്ചിന്റെ മുകളിൽ കയറാൻ പറയും. 7ാമത്തെ ടാസ്ക് നീ അവിടുന്ന് എടുത്ത് ചാടാൻ പറയും.
ഇതാണ് ഈ ബ്ലൂ വെയിൽ ഗെയിമിന്റെ ഒരു പ്രത്യേകത. അവസാനം ഇവനെ കൊണ്ടുപോയി, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി, ഇതിനെ കളിക്കുന്നവരെ കൊണ്ടുപോയി ആത്മഹത്യയിൽ കൊണ്ടുപോയി തകർത്ത് കളയുക. ഇതായിരുന്നു ഈ ബ്ലൂ വെയിൽ ഗെയിം എന്ന് പറയുന്നതിന്റെ പിറകിൽ വ്യാപരിച്ച പൈശാചിക വ്യാപാരം. നിങ്ങൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം പഠിച്ചാൽ ഇതുപോലെ തന്നെ ബ്ലൂ വെയിൽ ഗെയിമിന്റെ പോലെ തന്നെ ഒരു വ്യാപാരമായിരുന്നു ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ഉണ്ടായത്. അപ്പനും അമ്മയ്ക്കും നല്ല ഒരു ആൺകുഞ്ഞായിരുന്നു, നല്ല രീതിയിൽ വളർന്നു, അപ്പനും അമ്മയ്ക്കും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ വളർന്നു വന്നവന്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട് കാണാമല്ലോ. പക്ഷേ അവന്റെ അകത്തും ഒരു ദുരാത്മാവ് കയറിയിട്ട് അവനെ ആദ്യം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പിണക്കി. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മാതാപിതാക്കളെ സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ട ആൺകുഞ്ഞുങ്ങളെ നിങ്ങൾ മക്കളുമായിട്ട് പിണക്കിക്കളയുന്ന ഏതെങ്കിലും വ്യാപാരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക വ്യാപാരമാണ്. ഇന്ന് രാത്രി അതിനെ തച്ചുടയ്ക്കുവാൻ, അതിൽ നിന്ന് വിടുതൽ തരുവാൻ, മോചനം തരുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി വന്നിരിക്കുകയാണ്. ഈ ഗദരദേശത്തേക്ക് കർത്താവായ യേശുക്രിസ്തു വന്ന് കാലുകുത്തിയപ്പോഴേ എന്താണെന്നറിയാമോ ഈ ഭൂതഗ്രസ്തൻ പറഞ്ഞത്? യേശുവേ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നുപോ. ഏതാ ഈ സമയം എന്നറിയാമോ? കാരണം 1 മണിക്കൂറൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ദുരാത്മാവ് ഈ 6000 ഭൂതം 2000 പന്നികളിലേക്ക് കയറിയപ്പോൾ ഈ പന്നികളെല്ലാം ഒരു കുന്നിന് മുകളിലേക്ക് കയറി അവിടെ നിന്ന് എടുത്ത് ചാടി ഈ കടലിലേക്ക് വീണ് അതെല്ലാം ചത്തൊടുങ്ങുകയായിരുന്നു. 1 മണിക്കൂറും കൂടി കർത്താവ് ലേറ്റ് ആയിരുന്നെങ്കിൽ ഈ ഗദരദേശത്ത് ഭൂതത്താൽ ബാധിക്കപ്പെട്ട ഈ പൈതല് അവൻ ആത്മഹത്യ ചെയ്ത് ഈ കടലിനകത്ത് അവൻ വീർത്തു പൊങ്ങുമായിരുന്നു. ഇതിനു വേണ്ടി പിശാച് തന്ത്രമൊരുക്കി വെച്ചത് ഗലീല കടലിന്റെ അപ്പുറത്തിരുന്നു കൊണ്ട് കർത്താവ് കേട്ടു. കാരണം ഭൂത ഉപദ്രവം കഠിനമായിരുന്ന ഈ ചെറുപ്പക്കാരൻ രാത്രി കിടന്നുകൊണ്ട് അലറുകയാണ്. ഗലീല കടലിന്റെ കടൽത്തിരകൾ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും ആ ഗലീലയിലെ കടലിന്റെ കടൽത്തിരകൾ ആഞ്ഞടിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ ഗദരദേശത്ത് കിടന്നുകൊണ്ട് കരഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ കാതിൽ ആ ശബ്ദം കേൾക്കില്ല. പക്ഷേ ഇന്ന് രാത്രികാലം ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ സേവിക്കുന്ന കർത്താവ് എന്നെ വിടുവിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയാൽ എന്റെ വിടുതലിന് തടസ്സമായിട്ട് എത്ര ഗലീല കടലിലെ തിരകൾ ആഞ്ഞടിച്ച് അപശബ്ദങ്ങൾ ഉണ്ടാക്കിയാലും ആ അപശബ്ദങ്ങളെ കീറി മുറിച്ചുകൊണ്ട് എന്റെ കരച്ചിലിന്റെ ശബ്ദം എന്റെ കർത്താവിന്റെ കാതിൽ കേൾക്കുകയും ശിഷ്യന്മാരോട് എവിടേക്കെന്ന് പറയാതെ വാ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് കർത്താവ് പെട്ടെന്ന് യേശു കർത്താവിന്റെ പ്രോഗ്രാം സ്കെഡ്യൂളിൽ, ദൈവദാസന്മാർക്കൊക്കെ പ്രോഗ്രാം സ്കെഡ്യൂൾ ഉണ്ട്. ഒരു ദിവസം എവിടെയൊക്കെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് നേരത്തെ അവർ പ്ലാൻ ചെയ്യും. ഇന്ന് എനിക്ക് പാസ്റ്റർ 9:30 സമയം തന്നു, ഞാൻ വളരെ ദൂരം യാത്ര ചെയ്ത് മറ്റൊരു ശുശ്രൂഷ കഴിഞ്ഞാണ് 9 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്നത്. കാരണം എനിക്ക് ആ പ്രോഗ്രാം നേരത്തെ പാസ് തന്നിട്ടുണ്ട്. ഇതുപോലെ എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രോഗ്രാം സ്കെഡ്യൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ പെട്ടെന്ന് ഈ പ്രോഗ്രാം വന്നെന്നറിയാമോ? ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് അലറി നിലവിളിക്കുകയാണ്. ആമേൻ. കാരണം അവന്റെ ജീവിതത്തിൽ മരണവെപ്രാളമാണ്. ഈ പൈശാചിക വ്യാപാരം അവനെ കടും തൂക്കത്തോടുകൂടി പന്നികളെ ചാടിച്ചതുപോലെ ഇവനെ ഈ കടലിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യിപ്പിച്ച് അവനെ തകർക്കാൻ വേണ്ടി ശത്രു സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാ. അപ്പൊ പിശാചി ചോദിക്കുകയാണ്, സമയത്തിന് മുൻപേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? യേശു കർത്താവ് അവന്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ അവൻ നേരെ ആത്മഹത്യയിലേക്കല്ല പോയത്, അവൻ നേരെ ദക്കപ്പൊലി ദേശത്ത് അവന്റെ വീട്ടിലേക്കാണ് പോയത്. ദക്കപ്പൊലി എന്ന് പറഞ്ഞാൽ, ദക്ക എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ 10 എന്നാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദക്കപ്പോലീസ് എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങൾ എന്നാണ്. നോക്കുക, 10 പട്ടണങ്ങളുടെ നടുവിൽ ഒരു ഇവാഞ്ചലിസ്റ്റായി, ഒരു സുവിശേഷകനായി മാറേണ്ടവനെ പിശാച് ബാധിച്ചിട്ട് ഇവന്റെ അകത്തൊരു ശുശ്രൂഷ നാളെ വെളിപ്പെടുമെന്ന് മനസ്സിലാക്കിയ ശത്രു ഇവന്റെ അകത്തുള്ള ശുശ്രൂഷ വെളിപ്പെടുത്തുന്നതിന് മുൻപ് ഇവനെ ആത്മഹത്യയിൽ ഒടുക്കിക്കളയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മേൽ വ്യാപരിച്ച ഭൂത ഉപദ്രവത്തെ കർത്താവ് പ്രാർത്ഥിച്ച് ശാസിച്ചതിനെ പുറത്താക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൂത് പറയട്ടെ, ഭാവിയുള്ള കുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശത്രുവായവൻ ഈ ദിവസങ്ങളിൽ അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം കൊടുത്തുകൊണ്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ ആവശ്യമില്ലാത്ത, അതിന് ഇംഗ്ലീഷിൽ പിയർ പ്രഷർ എന്നാണ് പറയുന്നത്. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ. അത് ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനകത്ത് ലവ് അഫെയർ വരുന്നുണ്ട്, ആവശ്യമില്ലാത്ത വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ, അനാവശ്യ ബന്ധങ്ങൾ, ഇതെല്ലാം പൈശാചിക ബാധയാണ്. നേരത്തെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരാതെ, സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരാതെ പല നിലകളില് ഈ നാളുകളിൽ പിശാച് പല തലമുറകളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രി ഇത് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെ അകത്തൊരു വിടുതലിന്റെ രാത്രിയാണ്? എന്റെ ആൺകുഞ്ഞിനെ വിടുവിക്കാൻ ഇന്ന് രാത്രി കർത്താവ് വെളിപ്പെട്ടിട്ടുണ്ട്. എന്റെ പെൺകുഞ്ഞിനെ വിടുവിക്കുവാൻ കർത്താവ് വെളിപ്പെട്ടിട്ടുണ്ട്. ആമേൻ. വളർന്നു വരുന്നത് വരെ കുഞ്ഞിന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്തോ ഇപ്പൊ വല്ലാത്തൊരു സ്വഭാവമാറ്റം.
രാത്രി റൂം അടച്ച് വീടിനകത്തിരിക്കുകയാണ്. അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് കുഞ്ഞുങ്ങൾ ഭവനത്തിനകത്ത് ദീർഘമണിക്കൂർ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, അത് നല്ല ഒരു സൈൻ അല്ല. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? പഠിക്കാൻ എന്ന പേരിൽ അധിക സമയം വീടിന്റെ അകത്ത് ബെഡ്റൂമിന്റെ അകത്ത് കയറി അകത്ത് നിന്ന് ലോക്ക് ഇട്ടിട്ട് അകത്ത് മണിക്കൂറുകൾ ചെലവഴിക്കുന്നെങ്കിൽ അവരെ ശ്രദ്ധിച്ചോണം. അവരുടെ പിന്നിൽ സ്വത്രം പലവിധമായ പ്രേരിത ശക്തികളുണ്ട് അവരെ തകർത്ത് കളയാൻ. ഇത് മാതാപിതാക്കൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. അത്രയും പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ, എന്റെ വിഷയം പൂർത്തീകരിക്കണമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഈ സീദോന്യ ദേശത്തെ ശാപം എന്താന്ന് മനസ്സിലായോ? ഒരു പാവപ്പെട്ടവന്റെ സ്ഥലവും വസ്തുവും അതിന്റെ നന്മകളും അടിച്ചു മാറ്റാൻ വേണ്ടി ഒരുവനെ കൊന്നൊടുക്കിയ ശാപം സീദോനിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക? അവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ അവിടുത്തെ ശാപം മാറ്റുവാൻ വേണ്ടി കർത്താവ് വന്നിരിക്കുകയാണ്. നോക്കുക, ഇനി ഞാൻ പെട്ടെന്ന് കടന്നു വരട്ടെ. യേശു കുറച്ചു നേരം ആ വിഷയത്തിന് മറുപടി കൊടുത്തില്ല. പക്ഷേ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പം, നിങ്ങൾക്കറിയാവുന്ന കാര്യം, മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ രോഗശാന്തിയാണ്. മക്കളുടെ അപ്പം എന്ന ഭാഗം ദൈവദാസന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അത് രോഗശാന്തി എന്നുള്ളതാണ്. ആമേൻ. കർത്താവ് പറഞ്ഞു മക്കളുടെ അപ്പം അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. ഉടനെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ യജമാനന്മാരെ ഒരുമിച്ചിരുന്ന് മക്കളുമായി ആഹാരം കഴിക്കും. ആഹാരം കഴിക്കുമ്പോൾ യജമാനന്റെ മക്കൾ ആഹാരം കഴിക്കുമ്പോൾ എല്ലാം വായിൽ പോകില്ല. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചോറ് പോലും പുറത്തു പോകത്തില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ കഴിച്ചാലോ? കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചാൽ അവർ കഴിക്കുന്നതിന് ചുറ്റുപാടും മേശപ്പുറത്തും എല്ലാം ആഹാരം കാണും. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, യജമാനനെ, കർത്താവേ, ഈ യജമാനന്റെ മേശയിൽ നിന്ന് അപ്പം നുറുക്കുകൾ താഴെ വീഴുമല്ലോ. യഥാർത്ഥത്തിൽ ആ വ്യാഖ്യാനം യജമാനന്റെ മക്കൾ ഭക്ഷിച്ചതിന്റെ, അവർ വയറ് നിറഞ്ഞതിന്റെ ബാക്കി ഭാഗം മേശയിൽ വീഴുന്നല്ലോ, താഴെ വീഴുന്നല്ലോ, അത് മതി എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലേറ്റ് ആയിട്ട് അവൾ ആത്മീകം വിട്ടേച്ച് പോയില്ല. അവൾ വിടുതൽ പ്രാപിക്കുന്നത് വരെയും അവൾ പേഷ്യൻസ്, അവൾ ക്ഷമയോടുകൂടെ വിടുതലിന് വേണ്ടി കാത്തിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി ഒരുപക്ഷെ ജോസ് പാസ് അടക്കം ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ കാണും. ഒരുപക്ഷെ മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ കാണും. നിങ്ങൾ പിന്മാറരുത്. പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. നിങ്ങൾ നിരാശരായി പോകരുത്. നിങ്ങൾ പിണങ്ങിപ്പോകരുത്. ഈ രാത്രി കനാന്യ സ്ത്രീ നമുക്ക് ഒരു ദൃഷ്ടാന്തമായി നിൽക്കുകയാണ്. അതിനകത്ത് നമുക്കൊരു ബുദ്ധി ഉപദേശമുണ്ട്. കാരണം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നുണ്ട്, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സുറൈഫോനിക്ക ദേശക്കാരത്തിയുടെ കുടുംബത്തെയും ആ സഹോദരിയുടെ നിലവിളിയെയും ആ മകളുടെ ഭൂതോപദ്രവത്തിന് കർത്താവ് വിടുതൽ കൊടുത്തതും ഈ രാത്രി പ്രസംഗിക്കുന്നതിന്റെ കാരണം അതിന്റെ അകത്ത് നമ്മളോടൊരു ബുദ്ധി ഉപദേശം കർത്താവിന് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിനകത്ത് വിടുതൽ കൊടുത്ത കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിനകത്തും വിടുതൽ തരാൻ ദൈവമതിയായവനാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകുകയാണ്. ആ പരിധിയിൽ തന്നെ നിർത്തണമല്ലോ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഉടനെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ വീട്ടിൽ വന്നപ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അവൾ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ തന്റെ വീട്ടിൽ കിടക്കുന്ന മകളെ കണ്ട് മനം മടുത്ത് എന്നെന്റെ കുഞ്ഞിന്റെ വിഷയത്തിനൊരു വിടുതലാകും എന്ന് വെച്ച് ഭാരപ്പെട്ട് വീടടച്ച് പ്രാർത്ഥനയ്ക്ക് വന്നവൻ പ്രാർത്ഥന കഴിഞ്ഞു പോയി വീട് തുറന്ന് ആദ്യം നോക്കുന്നത് വയലന്റ് ആയിരുന്ന മകളെയാ. നോക്കിയപ്പോൾ അവൾ സൈലന്റ് ആയിട്ട്, ഇന്നലകളിൽ വരെ വയലന്റ് ആയിരുന്നവൾ പ്രാർത്ഥനയ്ക്ക് ഒരു അമ്മ പോയി തിരിച്ചു വന്ന ഇടവേള കൊണ്ട് അവൾ സൈലന്റ് ആയെങ്കിൽ എന്താ ഇതിന്റെ അകത്ത് സംഭവിച്ചെന്നറിയാമോ? യേശു വീട്ടിലേക്ക് വന്നില്ല, പക്ഷെ യേശു പറഞ്ഞ ഒരു വാക്കിന്റെ ശക്തി, അമ്മ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് യേശുവിന്റെ വാക്കിന്റെ ശബ്ദം, യേശുവിന്റെ വാക്കിന്റെ ശക്തി ആ വീട്ടിലേക്ക് ചെന്ന മകളെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ദൈവമക്കളെ, സൂമിലാണെങ്കിലും ഞാൻ ഇതിനെ ചെറുതായി കാണുന്നില്ല കേട്ടോ. രാത്രി 10:31 ദൈവമക്കൾ ഇതിനകത്തുണ്ടല്ലോ. ഞാൻ ഈ മീറ്റിങ്ങിനെ ചെറുതായി കാണുന്നില്ല. ഇതൊരു മഹായോഗമാണ്. കാരണം ഇതിന്റെ അകത്ത് മുഴങ്ങി കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ
വിടുതലാകേണ്ട വിഷയങ്ങൾ. ഒരുപക്ഷെ അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ലായിരിക്കാം. അവർ ഈ സുറൈഫോയിനിക്ക ദേശക്കാരത്തിയുടെ മകളെ പോലെ മറ്റേതെങ്കിലും വീടിന്റെ അകത്ത് മറ്റേതെങ്കിലും രാജ്യത്തായിരിക്കാം. പക്ഷെ അമ്മേ, നീ യേശുവിന്റെ അടുക്കൽ വന്നില്ലേ? അപ്പനെ, നീ യേശുവിന്റെ അടുക്കൽ വന്നില്ലേ? നിന്റെ ഈ വരവ് വൃഥാവായി പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം കുറെ നാള് മൗനമായി ഇരുന്നിട്ടും നീ പിന്മാറി പോയില്ലല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയാകുമെന്ന് വിചാരിച്ചിട്ട് തിങ്കളായി, ചൊവ്വയായി, ബുധനായി, മറുപടി ഒന്നും നടന്നില്ല. ഇന്ന് വീണ്ടും ഒരു തിങ്കളാഴ്ചയും കൂടെയായി. എന്താ വീണ്ടും ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ കാരണം? നിങ്ങളുടെ പേഷ്യൻസ് ആണ്, നിങ്ങളുടെ ക്ഷമയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വിടുതൽ കർത്താവ് നൽകി തന്നു നിങ്ങളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ വിഷയത്തിന് വിടുതലായി. ഇനി രണ്ടാമത്തെ വിഷയമാണ് ഇത്. 31 മുതൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഇങ്ങനെയാണ്: യേശു വീണ്ടും സോറിന്റെ അതിര് വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിലൂടി യേശുവിടെ വന്നു, ഗലീലയിൽ വന്നു. അപ്പോൾ ഇതാ കുറച്ചുപേർ ഒരു ചെറുപ്പക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുക. ഞാൻ വേദപുസ്തകം ഒന്ന് അല്പ ആഴമായി പഠിച്ചപ്പോൾ, ചരിത്രം കൂടെ പഠിച്ചപ്പോൾ, ഈ എക്ലേസിയാസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്ന വേദപുസ്തകം പഠിക്കുന്നവർക്ക് ആ ലെവലിൽ അത് ചിന്തിക്കാൻ കഴിയും. എക്ലേസിയാസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സീദോനിൽ നിന്ന് തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ എവിടെ കൊണ്ടുവന്നത്? യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. കാരണം യേശു സീദോനിൽ ഒരു വീട്ടിലുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ തൊട്ടടുത്തുള്ളവരെല്ലാം വന്ന് വിടുതൽ പ്രാപിച്ചു. അപ്പോൾ ഇത് ദേശത്ത് അങ്ങോട്ട് പരന്നു കഴിഞ്ഞപ്പോഴേക്കും പലർക്കും ഈ വീട്ടിലേക്ക് വന്ന് വിടുതൽ പ്രാപിക്കണമെന്നുണ്ട്. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ യേശു അവിടുന്ന് പോയി. ആൾക്കാർ അന്വേഷിച്ചു, യേശു എന്തിയേ? അവർ പറഞ്ഞു, യേശു ഇവിടുന്ന് കടന്നുപോയി, സീദോൻ വഴിയായി പോയി. അവര് സീദോനിൽ ചെന്നു. അപ്പൊ പറഞ്ഞു സോറിലേക്ക് പോയി. അപ്പൊ അവരോട് സോറി ചെന്നു. അപ്പൊ പറഞ്ഞു ദക്കപ്പൊലി ദേശത്ത് ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ യേശു ഇല്ല. അപ്പൊ ചോദിച്ചു എവിടെ പോയി? അപ്പൊ പറഞ്ഞു ഇപ്പൊ ആണ് ഗലീലയിലേക്ക് പോയെന്ന് പറഞ്ഞു. സ്വോത്രം. ഈ രാത്രി വിടുതലിന് വേണ്ടി ദൈവമക്കളെ ദൂരെ ഒന്നും വിടുതലിന് വേണ്ടി ആമേൻ സ്വോത്രം നോക്കരുത് കേട്ടോ. ചിലരൊക്കെ ഈ യോഗത്തിന്റെ സമയം നീണ്ടുപോയ അപ്പോഴേ അങ്ങ് വയലന്റ് ആവും. പിന്നെ സൂം മീറ്റിംഗ് ഒക്കെ ആവുമ്പോൾ വേണമെങ്കിൽ ലീവ് ചെയ്ത് ഇറങ്ങിപ്പോകാം. പക്ഷെ ഈ ആരാധനയ്ക്കും യോഗത്തിനും ഒക്കെ കടന്നു വന്നിട്ട് കൃത്യം 1 മണിക്ക് തന്നെ 12:30 തന്നെ ആശീർവാദം ഒക്കെ പറയണമെന്ന് ശടിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏതെങ്കിലും മേഖലയിൽ ഒന്ന് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ഡയബറ്റിക് പേഷ്യന്റ് രാവിലെ അവരുടെ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് വിചാരിക്കുക. രാവിലെ 6 മണിക്ക് പോയി ഫാസ്റ്റിങ്ങോട് കൂടി ബ്ലഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ആഹാരം കഴിച്ച ശേഷം കൊടുക്കണം. ഇതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി 1 മണിക്കൂറാകും. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് വീട്ടിൽ വരാനായി ഏകദേശമൊക്കെ 2 മണി 3 മണിയാകും. ചിലർ ഇരിപ്പ് കണ്ടപ്പോഴേ അറിയാം, പലരും അങ്ങനെയൊക്കെ പോകാറുണ്ട്. ആർക്കും ഒരു പരിഭവവും ഇല്ല. അങ്ങനെ റിസൾട്ട് ലാബിൽ നിന്ന് കൈ കിട്ടിയപ്പോൾ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയി. ഇനി ഡോക്ടർ എപ്പോഴേ വരത്തുള്ളൂ? 3 മണിക്കേ വരത്തുള്ളൂ. വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിയാന്നറിയാമോ? ഒരു ഷുഗറിന്റെ അളവ് നോക്കാൻ വേണ്ടി രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിന്റെ റിസൾട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല, പോയിക്കോ കേട്ടോ, ഇച്ചിരി ഷുഗർ കുറച്ചാൽ മതി എന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മള് 3 മണി വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. സങ്കടം വല്ലതും ഉണ്ടോ? ആരോടാ പരിഭവം കാണിക്കുന്നത്? സങ്കീർത്തനം വല്ലതും വായിച്ച് അല്പം നീണ്ടുപോയാൽ, പണ്ടൊരു സഭയ്ക്കകത്ത് സെക്രട്ടറി, ആരെങ്കിലും ഉണ്ടെ ക്ഷമിച്ചോണം കേട്ടോ, ഉദാഹരണമാണ്. 12:30 ആയപ്പം പാസ്റ്റർ കുറിവാക്യം വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു. ഉടനെ സെക്രട്ടറി പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റർ ആഴത്തിലേക്ക് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷെ 12:45 ആകുമ്പോൾ തിരിച്ച് കയറിയേക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അല്പം പ്രസംഗം നീണ്ടുപോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇനി കയറിയില്ലെങ്കിൽ വലിച്ചു കയറ്റാൻ വേണ്ടിയുള്ള ആൾക്കാരും മിടുമിടുക്കന്മാരും ഒക്കെ ഈ ആത്മീയ കുളത്തിനകത്ത് ഉണ്ട്. പോകട്ടെ. അപ്പൊ സമയമോ ദൂരമോ ഒന്നും വിടുതല് പ്രാപിക്കാൻ വേണ്ടി അതിന്റെ കണക്ക് കൂട്ടലൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സമയം ഒന്നും നോക്കരുത്. പാസ് 10 മണിക്ക് നിർത്തണമെന്ന് 11 മണിക്ക് അല്ലേ? ഓക്കെ, 11 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. സമയത്ത് തന്നെ ഞാൻ നിർത്തും. കാരണം പണ്ട് ഈ UK ഒരു സഭാ ഹാളിന്റെ മുൻപിൽ ഒരു സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു കുഞ്ഞ് തന്റെ സൺഡേ സ്കൂളിന്റെ ബുക്കിന്റെ പേപ്പർ കീറിയിട്ട് അവൻ ഇങ്ങനെ എഴുതി വെച്ചു, സമയത്ത് നിർത്തുന്ന പാസ്റ്റർമാർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് പിന്നെ ഇവിടെ അവസരം കിട്ടുമെന്ന്. എന്നിട്ട് അവൻ അവിടെ ഒട്ടിച്ചു വെച്ചു. വന്ന പാസ്റ്റർ അതാ കണ്ടത്. കാരണം വിദേശത്തൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 10 മിനിറ്റ് കൊടുത്താൽ 9 മിനിറ്റ് കൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇനിയും ജോസ് പാസ് എന്നെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ഇടയ്ക്കൊക്കെ പറയട്ടെ, നിങ്ങളുടെ മുഖമൊക്കെ സന്തോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ ഇതുവരെ കണ്ണടച്ചങ്ങ് പോകുമായിരുന്നു. അങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയണമല്ലോ. നിങ്ങളുടെയൊക്കെ സന്തോഷം എന്താ? 10 പിന്നെ ഞാൻ പറയുന്നത് 11 മണിക്ക് യോഗം നിർത്തുമെന്ന് വാസു പറയുന്നു. അത് 11:30 വരെ നീണ്ടു പോകുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം? അതോ 10:45 നിർത്തുന്നതാണോ? ആരേലും ഒന്ന് പറഞ്ഞ വേഗത്തില് ഉള്ള ആത്മാർത്ഥമായിട്ടേ പറയാവൂ.
11 മണിക്ക് യോഗം നിർത്തണമെന്ന് പാസ്റ്റർ പറഞ്ഞു. അതൊന്ന് 11:15 വരെ പോയാൽ നിങ്ങൾക്ക് സന്തോഷമാണോ, അതോ 10:45 നിർത്തിയാൽ സന്തോഷമാണോ? എനിക്ക് ഇച്ചിരി നീണ്ടുപോയാലും കുഴപ്പമില്ല പാസ്റ്റർ. എവിടുന്നാ? UK എന്നാണോ? അത് അവിടെ സൂര്യൻ ഉദിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെ അസ്തമിച്ച് അങ്ങേ അറ്റമായി. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആട്ടെ അമ്മാമ, ഏതായാലും ആ ആവേശമുള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. ആട്ടെ, അപ്പൊ ഏതായാലും അമ്മാമയ്ക്ക് അത്ര എൽസനോ അച്ഛന്റെ പേരാന്നോ? അല്ല, എന്റെ ആന്റെ പേരാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അതുകൊണ്ടാണ് ആരുടെ പേര് വിളിക്കാത്ത. ഈയിടെ പറഞ്ഞു, ഒരിടത്ത് പറഞ്ഞു, ഇപ്പൊ ബ്രദർ സണ്ണി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. കാരണം ഡിവൈസിൽ എഴുതിക്കുന്ന സണ്ണി എന്നാ. ഉടനെ അമ്മാമ, പാസേ സണ്ണി അല്ല കേട്ടോ, ഞാനാ. നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഈ പേര് വിളിച്ചൊന്നും ദൂതും പ്രവചനവും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമയ്ക്ക് പറഞ്ഞപ്പോ അച്ഛനെ ആരും കിട്ടുന്ന, അച്ഛന് പറഞ്ഞപ്പോ അമ്മാമയാരും കിട്ടിയ. ചിലരെ വിളിച്ചു കഴിഞ്ഞാൽ ബ്രദർ പ്രാർത്ഥിക്കും. ബ്രദർ അവിടെ ഒന്നുമില്ല, ഓൺ ചെയ്തിട്ട് പുള്ളി വേറെ അവിടെ പോയേക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഈ ഓൺലൈൻ മീറ്റിംഗ് നടക്കും. അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി പങ്കെടുക്കുന്നത്. ഏതായാലും പോകട്ടെ, യേശു കർത്താവിന്റെ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ദൂരം ഒരു വിഷയമല്ല. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 55 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്. എവിടെ നിന്ന്? സോരിൽ നിന്ന് യാത്ര ചെയ്ത് ഗലീലയിൽ വരണമെങ്കിൽ 55 കിലോമീറ്റർ. സ്വത്രം. ഇത്രയും വിടുതൽ യാത്ര ചെയ്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് നാട്ടുകാരാ. കാരണം വീട്ടുകാര് ഇവന്റെ വിടുതലിന് വേണ്ടി കാത്തിരുന്നിട്ട് വീട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുന്നില്ല. ഉടനെ അവന്റെ വിഷയം വീട്ടുകാർ കൈവിട്ടത് നാട്ടുകാർ ഏറ്റെടുത്ത് നാട്ടുകാർ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇവന്റെ മേൽ എന്ത് ചെയ്യണം? കൈവെക്കണം. സ്വത്രം. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകൻ ആരെന്നറിയാമോ? നമ്മുടെ ജോസ് പാസ് നല്ലൊരു പ്രവാചകനാണ്, ഞാൻ വളരെ ബഹുമാനിക്കുന്നു. കർത്തൃദാസൻ പറയുന്ന ആലോചനകളൊക്കെ കൃത്യമാണ്. വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ദേവദാസനാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകൻ ആരെന്ന് നിങ്ങൾക്ക് പറയാമോ? കർത്താവായ യേശു ക്രിസ്തുവ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകൻ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ അടുക്കലാണ് ഈ മനുഷ്യനെ കൊണ്ടുവന്നത്. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 31 താഴോട്ട് വായിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് കേട്ടോ. ആദ്യം നമ്മൾ വായിച്ചത് ഭൂതോദരം പഠിച്ച ഒരു പെൺകുട്ടി, ഒരു യുവതി. ഇവിടെ ഒരു യുവാവാണ്. ഇവന് 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, നാവിന്റെ അടിയിൽ ഒരു കെട്ടുകൊണ്ട് ചെവിക്കകം അടഞ്ഞു വിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഈ ചെറുപ്പക്കാരൻ ചിരിച്ചാൽ ഇത് തിരിച്ചറിയില്ല. ഇവൻ ഷെയ്ക്കാണ്ട് തന്നാൽ ഇത് തിരിച്ചറിയത്തില്ല. കാരണം കെട്ട് നാവിന്റെ അടിയില, അടഞ്ഞിരിക്കുന്നത് ചെവിയുടെ അകത്ത. പക്ഷേ ഇവനെ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവര് ലോകത്തിലേക്ക് ഏറ്റവും വലിയ പ്രവാചകനായിരിക്കുന്ന യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഇവന്റെ മേൽ എന്ത് ചെയ്യണം? കൈവെക്കണം. നോക്ക് 32-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയേ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, വിക്കനും ചെങ്കടിനുമായ ഒരുവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു പറയാണ്, കർത്താവ് ഇവന്റെ മേൽ എന്ത് ചെയ്യണം? കൈവയ്ക്കണം. ഇന്നിപ്പോ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ, ഒരു ഹാളിന്റെ അകത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നെങ്കിൽ മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നൊരു ദൈവദാസൻ വന്നിട്ടുണ്ട്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തലയിൽ വന്ന് കൈവച്ചൊരു ദൂത് എന്ത് ചെയ്യും? പറയും. ഇത് കേൾക്കാൻ വേണ്ടി ആഗ്രഹം ഉള്ളവരുണ്ട്. ഞാൻ ഇപ്പോൾ മിക്കവാറും പറയാറുണ്ട്, ഇന്ന് പെന്തക്കോസുകാർക്ക് മുടി വളരെ കുറവാണ്. മുടി, എല്ലാവരുടെയും മുടി പൊഴിയുക. എന്താ കാര്യം ചോദിച്ചാൽ വരുന്നവരെല്ലാം അങ്ങ് കൈവെക്കുക. കൈവെച്ച് ചില അച്ചായമാരെ കൂടി ഇരിപ്പം ഞാൻ കാണുന്നുണ്ട്. സ്വത്രം. അച്ചായ അവിടുന്ന് പോയെന്ന് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്നറിയാമോ? കൈവെക്കണമെന്ന. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? അവനെ അവിടെ നിന്ന് വേറിട്ട് കൊണ്ടുപോയി. ഈ രാത്രി ഒരു ദൂത് പറയാം, വേർപാട് പ്രാപിക്കാൻ താല്പര്യമില്ലാത്ത ഏതൊരു വ്യക്തിയുടെ തലയിൽ കൈവച്ചാലും കർത്താവ് ആഗ്രഹിക്കുന്ന വിടുതൽ പ്രാപിക്കണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വേർപാട് പ്രാപിക്കുവാനായിട്ട് ആമേൻ സ്തോത്രം, ആ ദൈവസന്നിധാനത്തിൽ ഒരുക്കപ്പെടേണ്ടവർ വേർപാട് പ്രാപിക്കണം. ഞാൻ ഇനി അതിനെക്കുറിച്ച് ആഴമായി ഞാൻ അതിനെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കുക, കർത്താവ് അവന്റെ തലയിൽ കൈവയ്ക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവര് ആവശ്യപ്പെട്ട നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥന പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രാർത്ഥനയൊന്നും അല്ല. നമ്മളത് പ്രാർത്ഥിക്കുക. ഈ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പിന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുക? തുണ നിൽക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വന്നിരിക്കുന്ന ഒന്നാണ് ചാറ്റ് GPT എന്ന് പറയുന്ന ഒന്ന്. ചാറ്റ് GPT നമ്മളിനി എത്ര തെറ്റിയ ഒരു കാര്യം അങ്ങോട്ട് കൊടുത്താലും അവരെന്ത് ചെയ്യും? ശരിയാക്കി തരും. അങ്ങനെയുള്ള എററൊക്കെ കണ്ടുപിടിക്കുന്ന അനുഭവമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ
അവന്റെ പ്രശ്നം മുഖത്ത് നോക്കിയാൽ അറിയത്തില്ല. ഈ കൊണ്ടുവന്നവര് യേശുവിനോട് പറയുകയാണ്, എനിക്ക് തോന്നി ഈ കൊണ്ടുവന്നവർക്കും ചിലപ്പോൾ ഇവന്റെ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലായി കാണത്തില്ല. പിന്നെ ഇവര് ജനറലായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. പക്ഷെ കർത്താവിന് മനസ്സിലായി, ഇവര് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള വിടുതൽ കൊടുത്താൽ ഇവൻ വിടുതൽ പൂർത്തിയാകത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, പലർക്കും ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത് എന്താന്ന് പോലും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഈയിടെ ഒരു സൂം മീറ്റിംഗിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരു 4 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലീഡ് ചെയ്ത് ദേവദാസൻ പറഞ്ഞു, ഇന്നിന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് പറഞ്ഞു, ഉദാഹരണമാണ് എബ്രാച്ചാൻ ഇപ്പം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു എബ്രാച്ചാൻ ഉണ്ടല്ലോ. അപ്പൊ ലീഡ് ചെയ്ത പാസ് ഒരു 4 വിഷയത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എബ്രാച്ചാൻ ഈ പറഞ്ഞ കാര്യമൊന്നും എന്തില്ല, ശ്രദ്ധിച്ചില്ല. എന്തോ വിഷയമോ പറഞ്ഞെന്ന് അറിഞ്ഞില്ല. ഉടനെ എബ്രാച്ചാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ ദാസൻ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. അത് അങ്ങ് കേട്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. എല്ലാറ്റിനും അങ്ങ് വിടുതൽ കൊടുക്കണം. കാരണം പാസ് പറഞ്ഞ വിഷയം ഞാൻ കേട്ടില്ല, എന്നാലും കർത്താവെ അങ്ങ് എന്ത് ചെയ്തല്ലോ. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് മിക്കവാറും നമ്മുടെ സൂം മീറ്റിംഗിൽ, ഇവിടുത്തേക്കാർ ഇത് നല്ല ഡീസന്റ് മീറ്റിംഗ് ആണ്, ഞാൻ കണ്ടപ്പോൾ നല്ല ഡിസിപ്ലിൻ മീറ്റിംഗ്, അതേ അനുഗ്രഹിക്കട്ടെ. എന്നാൽ മിക്കവാറും മീറ്റിങ്ങിലൊക്കെ പലരും ശ്രദ്ധിക്കാതെ, എന്നാലും മീറ്റിംഗിൽ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, വീട്ടുകാർ കൈവിട്ട വിഷയത്തെ നാട്ടുകാർ ഏറ്റെടുത്ത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ അവര് ആ താല്പര്യം കാണിച്ചല്ലോ. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ഏതായാലും ജോസ് പാസ് അനേകരുടെ വിടുതലിന് വേണ്ടി ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നല്ലോ, ക്രമീകരിച്ചതിനായി സ്തോത്രം. പക്ഷേ ഇതിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിടുതൽ വേണം. പണ്ട് ഒരു സഭയില് ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ ഈ ജോസ് പാസ് കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞ പോലെ ആ ലീഡ് ചെയ്ത പാസ് പറഞ്ഞു, നമ്മുടെ മാനസിക നിലവാരം തെറ്റി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടക്കുന്ന മാനസിക രോഗികൾക്കായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒരമ്മച്ചി ആ പ്രാർത്ഥന വിഷയം ഏറ്റെടുത്തു. കർത്താവേ, സകല മാനസിക രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, മനസ്സിന്റെ നിലവാരം തെറ്റി വല്ലാതെ കഷ്ടപ്പെടുന്നവർക്കായി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ അമ്മച്ചിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മാനസിക ആരോഗ്യമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പൊ അമ്മച്ചി ഇടയ്ക്ക് കാര്യം മറന്നുപോയി. അപ്പം യഥാർത്ഥത്തില് ഈ നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവസാനം നമ്മുടെ പാസ്റ്റർക്ക് അത് സ്നേഹമുള്ളതുകൊണ്ടാട്ടോ. പക്ഷെ അസ്ഥാനത്ത് കയറി ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, എടാ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധരിക്കും. അപ്പം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, വിടുതലിന് വേണ്ടി എപ്രകാരമാണ് പലർക്കും അറിയത്തില്ല. എങ്കിലും വിടുവിക്കുന്ന കർത്താവിന്റെ കരത്തിൽ കിട്ടിയാൽ കൊണ്ടുവന്നങ്ങ് കൊടുത്താൽ മതി. നമ്മൾ കണ്ടീഷൻ വെക്കണ്ട. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? നമ്മൾ സ്കെച്ചും പ്ലാനും വരച്ചിട്ട് സ്വത്രം കർത്താവെ UK തന്നെ വിടണം എന്ന് പറയുമ്പോ ഇവന്റെ മേൽ എന്ത് ചെയ്യണം? കരം വെച്ച് ഇവനെ UK തന്നെ വിടണം എന്ന് പറയുമ്പോ ഇപ്പം പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എങ്ങനെയും അവനെ UK ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഒന്ന് തിരിച്ച്. ഇപ്പൊ അതിന്റെ പ്രാർത്ഥനയാ. പണ്ടൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വിടുകയായിരുന്നു, ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാരും കണ്ടീഷൻ വെക്കരുത്. കൊണ്ടുവന്ന വിഷയം കർത്താവിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്ക്. നീ കൊണ്ടുവന്നതിനായി സ്തോത്രം, യോഗത്തിന് വന്നതിനായി സ്തോത്രം. എന്റെ മേൽ വ്യാപരിക്കേണ്ട വിടുതല്, ഞാൻ വന്നിരിക്കുന്ന കർത്താവ് അഗ്നി ജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ള കർത്താവാ. ഒരു കാര്യം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ചിരിച്ചാൽ അവന്റെ ഉള്ളിലെ കെട്ടുകളോ ബന്ധനങ്ങളോ ആർക്കും തിരിച്ചറിയില്ല. പക്ഷെ കർത്താവ് കണ്ടു ഈ സുന്ദരനായ, ഈ സുമുഖനായ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അവൻ ബന്ധിക്കപ്പെട്ട അനുഭവം. അവന്റെ ചെവിയും അടഞ്ഞിരിക്കുകയാണ്, നാവിൽ കെട്ടുമുണ്ട്. ഇന്ന് ആത്മീയ കോളത്തിൽ ഇങ്ങനെ ചിലരൊക്കെ ഉണ്ട്. ആരാധിക്കത്തുമില്ല, വചനം എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തുമില്ല. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ നാവിനെ തൊട്ടു. എങ്ങനെയാണ്? തുപ്പി അവന്റെ നാവിനെ തൊട്ടെന്നാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. നമുക്കറിയാം, ഈ നമ്മുടെ DNA, ഇന്ന് ഏറ്റവും കൂടുതൽ DNA പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്പെസിമിൻ ഇപ്പോൾ ഉമിനീരിൽ നിന്നാണ് DNA ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ടാണ് യേശു തുപ്പിയെന്നറിയാമോ? ഈ മനുഷ്യന്റെ അപ്പന്റെയും അമ്മയുടെയും ഒരു DNA ഉണ്ട്, അത് ഡിഫക്റ്റഡ് ആണ്. കർത്താവ് തുപ്പിയപ്പോൾ കർത്താവിന്റെ ആ DNA
അവന്റെ ശരീരത്തിലേക്ക് വരികയാണ്. ആ ദൈവത്വത്തിന്റെ വിടുതൽ അവന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? മാനുഷിക DNA മാറ്റി ദൈവത്തിന്റെ DNA ശരീരത്തിന്റെ അകത്തേക്ക് പകർന്ന് മറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലകളിലുള്ള വിടുതലുകള് ശരീരത്തിന്റെ അകത്ത് ആ ചെറുപ്പക്കാരന്റെ മേൽ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി നോക്കുക, 34 വാക്യത്തിൽ വായിക്കുന്നു, യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടെന്ന പാസ്റ്റർ തീം കണ്ടോ? സ്തോത്രം. എക്സ്പീരിയൻസ് പവർ ഓഫ് പ്രയർ. യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് തുറന്നു വരിക എന്ന അർത്ഥത്തിൽ ബി ഓപ്പൺ, ബി ഓപ്പൺ എഫദ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവിയുടെ അകത്തുണ്ടായിരുന്ന ആമേൻ സ്തോത്രം അടഞ്ഞ മേഖലകൾ തുറക്കപ്പെടുകയും നാവിന്റെ അടിയിലുണ്ടായിരുന്ന കെട്ട് അഴിയപ്പെടുകയും ചെയ്തു. യേശു ക്രിസ്തുവിന്റെ നാമം ജയമെടുക്കുകയാണ്. നാളുകളായിട്ട് ഈ ചെറുപ്പക്കാരന്റെ അവൻ ഞാൻ വചനം പഠിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു നിയോഗം ഇങ്ങനെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ സീദോനിൽ നിന്ന് വന്നവനാ. നേരത്തെ ഒരു പെൺകുട്ടിയുടെ ഭൂതോപദ്രവത്തെ കുറിച്ച് കേട്ടു. ആ പെൺകുട്ടിയുടെ അമ്മ ഒരു വിധവയായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? നാബോത്തിനെ കൊന്നവന്റെ അനന്തരാവകാശികളായി ഇവര് ശപിക്കപ്പെട്ടു പോയി. ഇനി ഈ ചെറുപ്പക്കാരന്റെ ചെവിയും നാവും കെട്ടപ്പെടാൻ കാരണം എന്നറിയാമോ? ഒരിക്കൽ ഈ സീദോന്യ സ്ത്രീ ആയിരുന്ന ഇസബേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ ഈ നേരമാകുമ്പോൾ ഏലിയാവിന്റെ കഴുത്തിന് മുകളിൽ ഏലിയാവിന്റെ തല കാണത്തില്ലെന്ന് പറഞ്ഞ് അഭിഷക്തന്മാർക്ക് നേരെ വെല്ലുവിളിച്ചവളാണ് ഈ സീദോന്യ. ആമേൻ സ്തോത്രം. അഹങ്കാരികളായുള്ള സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ആമേൻ, അഹങ്കാരത്തിന്റെ വാക്കുകൾ ദൈവദാസന്മാർക്കെതിരെ പറഞ്ഞ വ്യക്തികളുടെ അനന്തര തലമുറയുടെ നാവുകൾ ബന്ധിക്കപ്പെട്ടു. അഭിഷക്തന്മാർക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ അനന്തര തലമുറയുടെ ചെവിക്കകത്ത് ബന്ധനമായി. യേശു അതിനെ അഴിക്കുവാനിടയായി. ഇന്ന് രാത്രികാലം പാരമ്പര്യമായിട്ടുള്ള ചില ശാപങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള ചില ബന്ധനങ്ങൾ, പ്രവർത്തി ദോഷങ്ങൾ കൊണ്ട് അനന്തര തലമുറകൾക്ക് വന്നിരിക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രി എന്റെ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് തുറന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ വിടുതലുണ്ടായി. 37 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ സകലതും നന്നായി ചെയ്തു. എന്റെ സമയം അവസാനിക്കുന്നതിൽ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഓട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് ഈ 1 മണിക്കൂർ സമയം നിങ്ങളോട് ദൈവദിനം ശുശ്രൂഷിച്ചപ്പോൾ നിങ്ങൾ ചിരിച്ചു കാണും, നിങ്ങൾ ചിന്തിച്ചു കാണും. ഒരു നിമിഷം കരയുവാനായി ദൈവസ്വം ഏൽപ്പിച്ചു കൊടുത്താട്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ആത്മീയതകൾ ഇന്ന് വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ പൗലോസ് തിമോഥെയോസിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ രാത്രി ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെ വഞ്ചിക്കാൻ ഇടയാകാത്ത വണ്ണം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഈ രാത്രി നിങ്ങളോട് എല്ലാവരുടെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ട്. ചില മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒന്ന്, ഒരമ്മയുടെ കണ്ണുനീരാണ്. ഒന്ന്, ഒരമ്മയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന തന്റെ മകൾ വീട്ടിന്റെ അകത്ത് കലഹമുണ്ടാക്കി സമാധാനമില്ലാത്ത നിലയിൽ ഈ മകളെ കൊണ്ട് പൊറുതി മുട്ടിയ ഒരമ്മ. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, വിവാഹത്തിന് പ്രായമായി വിവാഹത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനോട് അടുക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു രീതിയിലും മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിനധീതമായി പൈശാചിക പോരാട്ടങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന തലമുറകൾ രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുക. രണ്ടാമത്, സീദോനിലെ ഒരു ചെറുപ്പക്കാരൻ. അവനെ കൊണ്ടുവന്നത് അപ്പനുമല്ല അമ്മയുമല്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് പ്രാർത്ഥനക്കാരാണ് അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവന്റെ നാവിന്റെ കെട്ടും അവന്റെ ചെവിയുടെ ആ ബന്ധനവും എന്റെ യേശു
അഴിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, തുറന്നു വരിക. യഫദ, ബി ഓപ്പൺ. എവിടെയെങ്കിലും വഴികൾ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം അത് തുറക്കാൻ പോകുകയാണ്. ഈ ചെറുപ്പക്കാരൻ വളർന്ന് വലുതായി, പക്ഷേ ഇവന്റെ ഭാവി കൊണ്ട്, ഇവന്റെ ഭാവി ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ കഴിയാത്ത നിലയിൽ ബധിരനും മൂകനുമായിരിക്കുന്ന ഒരു അനുഭവം. പേരെന്താ എന്ന് ചോദിച്ചാൽ പോലും പറയാൻ കഴിയാതെ, എന്തെങ്കിലും ചോദിച്ചാൽ അവന്റെ കാതിൽ അത് കേൾക്കാൻ കഴിയാതെ, ഒരാളുണ്ടെന്നല്ലാതെ, വീട്ടിലൊരാളുണ്ടെന്നല്ലാതെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന ഈ ആൺകുഞ്ഞിനെ കൊണ്ട് ഒരു ഭാവി കാണാൻ കഴിയാതിരിക്കുന്ന അനുഭവം. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതാ ഈ രാത്രി തുറക്കപ്പെടാൻ പോകുന്നത്. എവിടെയെങ്കിലുമൊക്കെ തലമുറകളുടെ ഭാവികൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കർത്താവ് അതിനെ തുറക്കാൻ പോകും. ബി ഓപ്പൺ, തുറന്നു വരിക. യെസ്, വിദ്യാഭ്യാസത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ, വിവാഹത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ. രോഗത്താൽ ബന്ധിക്കപ്പെട്ടവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. സമാധാനമില്ലാത്ത വ്യക്തികളിലേക്ക് ഇന്ന് രാത്രി സമാധാനം വ്യാപരിക്കട്ടെ. 37 വാക്യം ഇങ്ങനെയാണ്, യേശു എല്ലാം നന്നായി ചെയ്തു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുത്ത സകല ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സോരിലും സീദോനിലും ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളുടെ അകത്തേക്ക് യേശുവിന്റെ സാന്നിധ്യം കടന്നു എന്നപ്പോൾ സമാധാനമില്ലാത്ത വീടിന്റെ അകത്ത് തലമുറകളോടുള്ള ബന്ധത്തിൽ സമാധാനം നൽകിക്കൊടുത്ത് ഒരു യുവതിയെയും ഒരു യുവാവിനെയും പൂർണ്ണമായി വിടുവിച്ച് എല്ലാം നന്നായി ചെയ്ത ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി മുന്നേറാൻ കഴിയാതെ, ആത്മീക ജീവിതത്തിൽ വേർപാട് പ്രാപിക്കാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ വിടുതൽ മാത്രം ആഗ്രഹിച്ച് യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പ് വേർപാട് പ്രാപിപ്പാൻ തന്റെ ജനത്തെ സഹായിക്കണമേ. ഇതിനകത്ത് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേർപാടും വിശുദ്ധിയും പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ജനത്തെ അവിടുന്ന് സഹായിക്കണമേ. കഴിഞ്ഞ നാൾ കൃപയിൽ വന്നിട്ട് ആരെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരുവാനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളായി തീഷ്ണതയോടെ നിൽക്കുന്ന ദൈവദാസന്മാരെയും വിശ്വാസികളെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശക്തി പ്രാപിപ്പാൻ സഹായിക്കണമേ. വഴി തുറക്കപ്പെടേണ്ടവർക്ക് വഴികൾ തുറക്കപ്പെടുവാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ചില വിവാഹങ്ങൾ, ചില വിദ്യാഭ്യാസത്തിന്റെ വഴികൾ, ചില ജോലിയുടെ വഴികൾ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. നാളുകളായി ഒരാളുണ്ടെന്നല്ലാതെ വളർന്ന് ഇത്രയും വലുതായിട്ടും തലമുറകളുടെ നന്മകൾ കാണാൻ കഴിയാതെ ആപത്തിനായിട്ട് പ്രസവിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നത് പോലെ പ്രസവിച്ചു എന്നല്ലാതെ അതിൻ്റെതായ നന്മകൾ വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാതെ, വിവാഹത്തിന് വേണ്ടി ഒരു കാലഘട്ടം വരെ പ്രാർത്ഥിച്ച് വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ വേണ്ടതുപോലെ സമാധാനവും സന്തോഷവും ഇല്ലാതെ ഭാരപ്പെട്ട് വേദനിക്കുന്നവർക്ക് ഇന്ന് രാത്രി സമാധാനവും സന്തോഷവും ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താക്കന്മാരുടെ സ്വഭാവ ദൂഷ്യങ്ങളിൽ മനം നൊന്ത് ഭാരപ്പെടുന്ന സഹോദരിമാരെ ഇന്ന് രാത്രി ദൈവം ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് ചില ഭാരങ്ങൾ അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തി സ്വർഗം അടയപ്പെട്ട വഴികളെ തന്നെ ജനത്തിന് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. എല്ലാം നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കാൻ സ്തോത്രം. കർത്താവെ, ജോസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവെ, ഈ ന്യൂമ പ്രയർ ഫെലോഷിപ്പിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായി ഇന്ന് പകൽ കർത്താവെ, പ്രാർത്ഥനയുടെ ആ എക്സ്പീരിയൻസ്, അതിന്റെ പവർ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ, പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞ നാളിൽ കനാന്യ സ്ത്രീയെ പോലെ പല പ്രാവശ്യം യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയത്തിന് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ ചെന്നപ്പോൾ ശാന്തതയില്ലാത്ത വിഷയത്തിന് മറുപടി ഉണ്ടായതുപോലെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വിവരങ്ങൾ അറിയുമ്പോൾ അങ്ങനെ അഭിഷക്തനെ വിളിച്ച് അനേക വിഷയങ്ങൾക്ക് വിടുതലായി എന്ന് സാക്ഷ്യം പറയുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇതുവരെ ക്ഷമയോടെ എന്നെ ശ്രദ്ധിച്ച വചനം ശ്രദ്ധിച്ച് നിങ്ങൾക്കെല്ലാം നന്ദി. പാസ്റ്റർക്ക് പ്രത്യേകിച്ച് നന്ദി. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് കർത്തദാസനെ വളരെ ശക്തിയോടെ അധികാരത്തോടെ, ആത്മാവിന്റെ അധികാരത്തോടെ നമ്മുടെ നടുവിൽ ഉപയോഗിച്ചു. സ്തോത്രം.
തലമുറകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരു പ്രവാചക ദൂതനപ്പുറത്ത് അധികാരത്തിന്റെ ഒരു വിടുതലിന്റെ ആമീൻ ദൂതാണെന്ന് രാത്രിയിൽ നാം കേട്ടത്. ആകയാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ചില ശാപബന്ധനങ്ങൾ അഴിയുന്ന, തലമുറകളുടെ കെട്ടുകൾ അഴിയുന്ന, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ആമീൻ, അതുപോലെ ആമീൻ സ്തോത്രം, മറ്റു പലതരത്തിലുള്ള ബന്ധനങ്ങളാൽ ഭാരപ്പെടുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ വചന ശുശ്രൂഷയിലൂടെ വെളിപ്പെടും. നമുക്ക് വിശ്വസിച്ച ആ വചനം ഏറ്റെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും തലമുറകളിൽ അത്ഭുതമായി ആമീൻ ഈ ആഴ്ചകളിൽ ആമീൻ പരിണമിക്കട്ടെ. കർത്താവ് ഈ ദൂത് മറക്കരുത്. ഈ ദൂത് മറക്കാതെ നമ്മൾ വീണ്ടും ഈ പ്രസംഗം മറന്നു കളയാതെ ഈ ദൂത് ഓർത്തോർത്ത് പ്രാർത്ഥിച്ച് അത് വിടുതലാക്കി ഏറ്റെടുക്കണം ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പ്രിയ സജിമാത്തി പാസ്റ്റർ പ്രാർത്ഥിച്ച ആശ്വാസ കർത്താവിന്റെ ദാസനോടുള്ള നന്ദി, ഇന്ന് രാത്രി ശുശ്രൂഷിച്ച ദാസനോടുള്ള നന്ദി, പാസ്റ്ററുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സജിമാത്തി പാസ്റ്റർ പ്രാർത്ഥിച്ച ആശ്വാസം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയുടെ തിങ്കളാഴ്ച രാത്രിയിലും ഞങ്ങൾക്കൊന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ ജോസ് പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇത് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ ജനത്തെ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 1 മണിക്കൂറിലധികം ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി ഈ രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സോരിലും സീദോനിലും കൂടെ കടന്നേശു ഗലീലയ്ക്ക് വരുമ്പോൾ അവിടെ വെളിപ്പെട്ട ദൈവിക വിടുതലുകൾ, വിശേഷാൽ തലമുറകളുമായി ബന്ധപ്പെട്ട് താവേ സ്തോത്രം, പൂർവീകർ മാതാപിതാക്കളിലൂടെ വന്ന ശാപങ്ങൾ, ആമേൻ, ആയുസ്സിനെതിരെ പൊരുതിയ പോരുകൾ, പുരുഷന്മാരെ കൊന്നുമുടിച്ച വൈധവ്യങ്ങൾ വർദ്ധിപ്പിച്ച ഇസബേലി ശക്തിയുടെ മ്ലേച്ഛത നിറഞ്ഞ സ്വഭാവങ്ങളിലൂടെ ആ ദേശത്തെ വ്യാപരിച്ച ഇരുട്ടിനെ യേശു അഴിച്ച് തൻ്റെ ജനത്തിന് സ്വാതന്ത്ര്യവും വിടുതലും കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കുവാൻ, താവേ ചില സൈലൻസ് കർത്താവേ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും അതിനെ മറികടക്കുന്ന ആഴമേറിയൊരു വിശ്വാസം ഇന്ന് രാത്രി നിന്റെ ദാസനോടെ കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ മേലും പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിഷയത്തിന് മറുപടി കിട്ടുവോളം, ശത്രു പാദപീഠമാകുവോളം ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, ദീർഘവർഷങ്ങൾ സഖരിയാവ് പ്രാർത്ഥിച്ച അനന്തരം സഖരിയാവിനോട് പറഞ്ഞതുപോലെ, സഖരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ വിഷയത്തിന് ദൈവം മറുപടി കൊടുത്ത് അവൾ വീട്ടിലെത്തുമ്പോൾ ഒരു വലിയ ശാന്തതയും വിടുതലും ആ ഭവനത്തിൽ വ്യാപരിച്ചതുപോലെ, മാത്രമല്ല ദൈവമേ, വീട്ടുകാരി കൈയൊഴിഞ്ഞെങ്കിലും നാട്ടുകാരിലൂടെ ദൈവം പ്രവർത്തിച്ച് ആമേൻ ആശയറ്റ ഒരു തലമുറയെ വിടുവിച്ചെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി സോരിലും സീദോനിലും വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ദേശങ്ങളിൽ നിൽക്കുന്ന ആമേൻ ആയുസിനെതിരെ, പുരുഷന്മാർക്കെതിരെ ആമേൻ നിൽക്കുന്ന സകല ശക്തികളെയും ഇന്ന് രാത്രി ആത്മാവ് വെട്ടി ആമേ ബന്ധിക്കപ്പെട്ട നാവുകൾ, അടയപ്പെട്ട കാതുകളെ തുറന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പ്രിയ ഇബി തോമസ് പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായി കർത്താവ് തന്നെ ഏൽപ്പിച്ച വചനത്തിന്റെ ഗ്രഹവിചാരകത്വത്തിൽ നിന്നുകൊണ്ട് നിയോഗത്തോടെ ശുശ്രൂഷിപ്പാൻ, ആത്മാവ് കൊടുത്ത അധികാരത്തിൽ ദൈവവചനം ഷെയർ ചെയ്യുവാൻ ഞങ്ങളുടെ ഭൃത്യനെ ദൈവം അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. ജോയിൻ ചെയ്ത് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബലത്തോടെ ഞങ്ങളെ അയക്കും, സകല മഹത്വം അങ്ങ് എടുക്കും. പ്രാർത്ഥിച്ച് ജനത്തെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് അങ്ങയുടെ നാമം ചൊല്ലി വീണ്ടും ഞങ്ങൾ ചേർന്ന് ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും ജയോത്സവമായി വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേൾപ്പിക്കപ്പെട്ട ദൈവാലോചനയോടും ഈ ന്യൂമ മിനിസ്ട്രിയോടും വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി ദൈവത്തിന്റെ വചനം പങ്കുവെച്ച അഭിഷിക്തനോടും കുടുംബത്തോടും മിനിസ്ട്രിയോടും ഇന്ന് മുതൽ എന്നാളും നമ്മുടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയോളം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. മീറ്റിംഗിൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഐശ്വര്യമായി ആധികാരികമായി വചന ശുശ്രൂഷ കർത്താവിനുള്ള നന്ദി. ആമേൻ. ഈ വേദഭാഗങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഞാനും വായിക്കും. ആമേൻ. എന്നിട്ട് അതുകൂടെ ഏറ്റെടുത്ത് ഈ ആണ്ടിൽ
നമ്മുടെ തലമുറകൾക്കൊരു അടിസ്ഥാനപരമായ വിടുതലുകൾ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട് ഇവിടെ ഇതിനകത്ത്. അമ്മേ, നമുക്ക് എല്ലാവർക്കും അത് ഉണ്ടാകും. നിശ്ചയമായിട്ടും ഈ വചനം നമുക്കൊരു ആമേൻ വിടുതലായി മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ദാസനോട് നന്ദി വിശേഷിച്ച് അറിയിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Hallelujah.